എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു ദിവസം ഇവിടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അവസരങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ കോവിഡ് രോഗ കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ ആരാധനകളും സ്തുതികളും സ്തോത്രങ്ങളും ദൈവനാമഹത്വത്തിനായി തീരുവാനിടയായി നമ്മുടെ ഭവനം ഒരു ആലയമായി തീരുകയും സമൂഹമായി, വ്യക്തികളായി, കുടുംബങ്ങളായി നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന അവസരങ്ങളായി തീരുവാൻ ഈ ആരാധനകൾ നമ്മെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഫാദേഴ്സ് ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എല്ലാ പിതാക്കന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയെ നമുക്ക് സംബന്ധിക്കാം. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. വീണ്ടും ഒരു വിശുദ്ധ ദിവസങ്ങളുടെ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്തുതികളും സ്തോത്രങ്ങളും ദൈവസന്നിധിയിൽ പ്രസാദമുള്ളയാകാൻ തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം ധാരാളം അനുഭവിക്കാൻ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തും വരുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടും കൂടി ഇരിക്കണമേ. ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമെന്ന് മശീഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 33-ാമത്തെ ഗീതം പാടാം. ഗീതം 33.
കർത്താവേ, ഞങ്ങളുടെ അതിരുകളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിലെ സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും നിങ്ങൾക്ക് ദൈവാനന്ദിരിക്കുന്നവരെ തേക്കേണ്ടതിന് ഞങ്ങളെ ഒതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നവരിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യമില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല രീതിയും പോക്കി നമ്മെ സ്വീകരിപ്പാതർപ്പണ വിശ്വസ്തൻ നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പെടുത്ത് നമ്മനോട് അപ്പാ, ഞാൻ സമ്പത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനത് വേണ്ടി ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സാധാരണ കാണിപ്പാൻ കഴിയാത്തവരല്ല. പാപം വഴി സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയ സകല കുറവുകളെയും കുറ്റങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന കാർഷികാര പ്രാർത്ഥനയായി ഉപയോഗിക്കാം. സർവശക്തി മഹാകരുണ പിതാവേ, വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സർവ്വപാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ തന്നെ സേവിക്കുവാനായിട്ട് അവരുടെ പാപമോചനം സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയിൽ കാക്കപ്പെടുക. യഹോവ മഹാദേവനല്ലോ, അവൻ സകലദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ.
സങ്കീർത്തനം വായിക്കുന്നു. ഇത് കാഴ്ചയിൽ ചിന്തിക്കുന്ന സങ്കീർത്തനം 148. 148 സങ്കീർത്തനം നമുക്ക് വാക്യപ്രത്യാശയായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗ്ഗത്തിൽ നിന്ന് മകളെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുള്ളവയെ അവനെ സ്തുതിപ്പീൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളും എല്ലാ ആയുധങ്ങളുള്ളവയെ ഭൂമിയിൽ നിന്നും യഹോവയെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവതാക്കളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നിൽക്കവേ തന്നെ സക്കറിയാവിന്റെ പാട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ ഭയക്കുന്നവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെ ഭയപ്പെടാത്തതിനും ഒരു വിശുദ്ധിയിലും രീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നിയമവൈദ്യത്തിന് പ്രവാചകൻ വിളിക്കപ്പെടുന്ന കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിലയിലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. ഒരു പാഠം വായിക്കുന്നു. കാലത്തേക്ക് വിജയിച്ചിരിക്കുന്ന 1-ാം ഭാഗം യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിക്കും. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്ന ഭൂമിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളവുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളോട് യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർക്ക് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളെ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് പൊടിയിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കൈ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടിയിച്ചു. ഇതായിരുന്നു നിന്റെ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കുന്നത്, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു.
വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾവി. വിശുദ്ധ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട് യജമാനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെയും നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ട സ്ഥലം ബെത്ലഹേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല, യെരൂശലേമിലല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവ ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിന്റെ സത്യത്തിൽ നമസ്കരിക്കണം. സ്ത്രീ അവരോട്, മസീഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസീഹ എന്ന് പറഞ്ഞു. ഇങ്ങനെ സുവിശേഷ ഭാഗം കഴിഞ്ഞു. നിൽക്കവേ തന്നെ സഭയുടെ പാട്ട് വായിക്കാം. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവിനെയാകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവന്മാരും പരമണ്ഡലങ്ങളും അവയുടെ സ്ഥലധികാരങ്ങൾ നിന്നെ നോക്കി ആക്കുന്നു. ആകാശവും ഭൂമി നിന്റെ പ്രവാഹ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവാഹ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനനായ സത്യദൈവത്തിനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടത്തുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ ഈ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വേർതില്ല. നീ ദൈവത്തിന്റെ വലത്ത ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകെയാണ് എന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരാണ്. നീ അടിയാളെ സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുത്. കീർത്തനം 141.
പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആരാധന ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷമായി തീരുവാൻ ഞങ്ങളുടെ ആരാധനകളും സ്തുതികളും സ്തോത്രങ്ങളും ദൈവസ്ഥലത്തിൽ പ്രസാദങ്ങളായി തീരുവാൻ അവിടെ സഹായിക്കും. ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആലോചനകളും ചിന്തകളും വിചാരങ്ങളും ഞങ്ങളുടെ മേൽ അവിടെ നയിക്കണമേ. അതിന്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കാരണം അവിടുത്തെ പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സഭാകാലങ്ങളനുസരിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയം ആരാധന ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷം എന്നതാണ്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. എന്നാൽ ഇന്ന് ഈ കോവിഡ് രോഗ കാലഘട്ടത്തിൽ ലോക ജനതകളും വിശ്വാസ സമൂഹവും അതിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവമായി ഇന്ന് നാം തീർന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നടത്തിയ വഴികളെയും വിധങ്ങളെ ഓർക്കുവാനും നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഈ അവസരങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. ആരാധന എന്ന് പറയുമ്പോൾ പല ചിന്തകളും പല അഭിപ്രായങ്ങളും പല സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എപ്പോഴാണ് ആരാധിക്കേണ്ടത്, എപ്രകാരമാണ് ആരാധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പല ചിന്തകളും വിശ്വാസ സമൂഹത്തിൽ രൂപീകൃതമായിട്ടുണ്ട്. വിശ്വാസികൾ ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്ന അവസരങ്ങളായിട്ട് നമ്മുടെ ആരാധനകൾ തീരുന്നു. ഇപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിലുപരിയായി ദൈവം നടത്തിയ വഴികളെ ഓർക്കുകയും നന്ദിയുടെ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക, അതിലുപരിയായി നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന സന്ദർഭം കൂടെയാണ് നമ്മുടെ ആരാധന. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം നാം നോക്കുമ്പോൾ 6-ാം വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ കാണുന്നത് താഴ്മയുള്ളവരെ ഉയർത്തുന്നു, ഗർവിയെ എതിർക്കുന്ന ദൈവത്തെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടി ആരാധനയിൽ ആയിരിക്കണം എന്ന ചിന്തയാണ് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമചിന്തകളിലേക്ക് നാം നോക്കുമ്പോൾ ആരാധനയുടെ നിയമങ്ങൾ ആചാരങ്ങളായി മാറിയപ്പോൾ പ്രവാചകന്മാർ ആരാധനയ്ക്ക് പുതിയ നിർവചനങ്ങൾ നൽകിയതായി നാം കാണുന്നു. പലപ്പോഴും ആരാധനയുടെ സാഹചര്യങ്ങളെ നാം ചിന്തിക്കുമ്പോൾ അതൊരു ആചാരമായി മാറും. ആരാധന ഒരു ആചാരമാകുമ്പോൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആരാധന വ്യക്തമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായി സാധിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലാണ് പ്രവാചകന്മാർ പല മുന്നറിയിപ്പുകളും പല സാഹചര്യങ്ങളും
വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഹോസേയ പ്രവചനത്തിൽ നോക്കുമ്പോൾ അവിടെ പറയുന്നു, യാഗത്തിലല്ല മനുഷ്യരോടുള്ള കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് ആരാധനയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ ദൈവസന്നിധിയിൽ കടന്നു വന്ന് യാഗം അർപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി കരുണപരമായി ജീവിക്കുക എന്നതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത് കരുണാപൂർവമായ ജീവിത സാഹചര്യം, ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുക എന്നതാണ്. നീകാപ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുന്ന വസ്തുത എന്ന് പറയുന്നത് ന്യായം പ്രവർത്തിക്കുന്നതും ദയാതൽപരനായിരിക്കുന്നതും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുന്നതുമാണ് ദൈവത്തിന്റെ പ്രസാദം. അവിടെ ന്യായവും ദയയും ആണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യായം പ്രവർത്തിക്കുവാനും ദയാപരമായി പെരുമാറുവാനും ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാനും സാധിക്കും. ഈ കാര്യത്തിനെ കുറിച്ചാണ് മീകാപ്രവചനം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനത്തിലേക്ക് വരുന്നത് നന്മ ചെയ്യുന്നതും ന്യായം അന്വേഷിക്കുന്നതും പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുന്നതും അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നതും വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുന്നതുമാണ് ആരാധന എന്നാണ് യെശയ്യാ പ്രവചനം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാധനയുടെ വിവിധ തലങ്ങളും വിവിധ ആശയങ്ങളെയും വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ആരാധന എന്ന് നാം മനസ്സിലാക്കണം. ദേവാലയങ്ങളിൽ കടന്നു വന്ന് അല്ലെങ്കിൽ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിയും സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടേതായ ഉത്തരവാദിത്വങ്ങളും നമ്മുടേതായ കടമകളും നിർവഹിക്കുന്നതിലൂടെയാണ് നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാകും. അപ്പൊ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുന്ന അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പല സാഹചര്യങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുന്നത്? വീട്ടിലിരുന്ന് ആരാധിക്കുന്നു, ദേവാലയത്തിൽ കടന്നുവന്ന് ആരാധിക്കുന്നു. വേദപുസ്തകം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭവനങ്ങൾ തന്നെ ഒരു ആരാധനയുടെ അനുഭവത്തിലായി തീരുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മുഖാന്തരങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ സാമൂഹ്യമായ ആരാധനയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് വിശ്വാസികൾ ഒന്നിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ വിശ്വാസികൾ ഒന്നിച്ച് കടന്നു വരുന്നത് രോഗവ്യാപനത്തിന് മുഖാന്തരമാകുന്നത് കൊണ്ട് പല ദേവാലയങ്ങളിലും ഇന്ന് ആരാധനകൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ദേവാലയം ആ ഒരു സാഹചര്യത്തിലാണ്. കാരണം രോഗഭീതി നേരിടുന്ന കാലഘട്ടത്തിൽ നാം ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആരാധിക്കുന്ന വ്യക്തിയെ വാസ്തവമായി അറിയാം. ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്? ആരാധിക്കുന്ന വ്യക്തിയെ കുറിച്ചുള്ള നന്മകളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരാധ്യരായവരെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും മറ്റ് മാനുഷികമായ ചിന്തകളിലേക്ക് നാം നോക്കുമ്പോൾ ആൾദൈവങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഓരോ വ്യക്തികളെ ആരാധിക്കുന്നു. വ്യക്തി ആരാധന ഇന്ന് പല സന്ദർഭങ്ങളിലും കാണുന്നു. അത് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ അത് സമൂഹത്തിന്റെ പതനത്തിന് ഇടയാകുന്നതായിട്ട് കാണുന്നു. എന്നാൽ നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന ദൈവികമായ ദർശനത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷ പാഠഭാഗമായി വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രമിച്ചത്. അവിടെ ശമരിയ സ്ത്രീയുടെ കർത്താവുമായിട്ടുള്ള സംഭാഷണമാണ് ആ ഭാഗത്ത് ഉപേക്ഷിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ കാണുന്ന ഗെരസീം മലയിൽ ആരാധിക്കുന്ന സമയത്തും ജെറുസലേമിൽ ആരാധിക്കുന്ന യഹൂദരും, ഈ 2 കാഴ്ചപ്പാടുകളാണ് അവിടെ വളരെ വ്യക്തമായി കാണുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടെ സൂചിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. പലപ്പോഴും ഈ പദങ്ങൾ
വിവിധ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നാം കാണുന്നു. എന്താണ് വർഷിപ്പ് ഇൻ ട്രൂത്ത്? സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറയാം ദൈവത്തിന്റെ വചനമാണ് സത്യം. അപ്പൊ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാധിക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട്, ഗോഡ് ഫ്രം ദ ഹാർട്ട്, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ട് ഹൃദയപൂർവ്വം ദൈവാരാധനയാണ് ഉണ്ടാകേണ്ടത്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവുമായുള്ള ദൈവത്തിനുള്ള ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നാം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ അകന്നു പോകുന്നുവെങ്കിൽ നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നില്ല എന്ന് നാം അവിടെ കാണുന്നു. അപ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലങ്ങളാണ്. ഗലാത്യ ലേഖനം 21-ാം വാക്യത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മുടെ ആരാധനകളിലൂടെ സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനകൾ കൽപ്പനകളായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അത് മാത്രവുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധനയായി നമ്മുടെ ആരാധനകൾ തീരണം. ആർക്കാണ് നാം മഹത്വം കൊടുക്കുന്നത്? പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മുടെ ആരാധകർ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ നമ്മുടെ മഹത്വം മറ്റുള്ളവർ കാണണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എന്നാൽ അതല്ല ഇത് ആഗ്രഹിക്കുന്നത്. നാം ദൈവസന്നിധിയിൽ ആരാധിക്കുവാനായി കടന്നു പോകുമ്പോൾ നമ്മുടെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വമാണ് അവിടെ പ്രസാദിക്കേണ്ടത്. ദൈവത്തിനാണ് നാം മഹത്വം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവസന്നിധിയിൽ താഴ്മയും വിനയത്തോടും കൂടി ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ആരാധനയോടെ നമുക്ക് പാപക്ഷമയും നീതിയും ന്യായവും ലഭിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നാം ദൈവസന്നിധിയിൽ അനുതാപപൂർവ്വം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആരാധന എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആഘോഷമായിട്ട് പറയുന്നത്. കാരണം നമുക്കൊരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരനുഭവമായി ആരാധനകൾ തീരുന്നു. ജീവിതത്തിൽ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കും. ദൈവം നമുക്ക് സൗഖ്യം നൽകും. ആ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിജയപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തിൽ നമ്മെ തന്നെ താഴ്ത്തിയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരനുഭവമായിരിക്കും. നാം എല്ലാ വിശുദ്ധ ദിവസവും ഞായറാഴ്ചയും ഭവനങ്ങളിൽ ഇരുന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ആരാധനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന അനുഭവമായി തീരണം. ആരാധനയിലൂടെ നാം ഒരു പുതിയ വ്യക്തിത്വമായി തീരണം. നമുക്ക് ആഘോഷത്തിന്റെ സന്ദർഭങ്ങളാണ്. ആരാധന എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഘോഷം വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളെ നാം ഒന്ന് ക്രമപ്പെടുത്തണം. കുറവുകളെ നാം ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. പുതിയ മനുഷ്യനായി, പുതിയൊരു വ്യക്തിയായി തീരുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ആരാധനകൾ എപ്രകാരമാണ്? ഭവനങ്ങളിൽ നിന്ന് നാം എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ കടന്നു വരുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ നാം എത്ര താല്പര്യത്തോടുകൂടി ആരാധനയിൽ സംബന്ധിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ നാം അതിന് സമയം കണ്ടെത്തി പതിവായി ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പൊ ലൈവായതുകൊണ്ട് പലപ്പോഴും പലരും പറയും ആ സമയമുള്ളപ്പോൾ ഞാൻ ആരാധിച്ചോളാം. കാരണം ഇത് നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കും. ആ ഒരു അവസ്ഥയല്ല നമ്മൾ കൃത്യമായ ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് പലപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ ലൈവ് ആരാധന വന്ന സമയത്ത് പല കമന്റ്സുകളും പല കോളുകളും ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ആരാധനയും അമ്മമാരടുക്കളെ പാചകം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവരുടേതായ പരിപാടി അപ്പന്മാരെ പത്രമായിട്ട് ചെയ്യുന്ന ആരാധന വേണ്ടിയിട്ടുള്ള നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും ക്രമീകരണം അതിന്റെ കിട്ടായ കാര്യം അത് സാഹചര്യം നടക്കുകയും
ഒരു വഴി കൂടെ ആരാധന ആ ഒരു അനുഭവമാണ്. എല്ലാവരും ഒരുമയോട് ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന ആ ഒരു താല്പര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഒരുക്കം, ആ ഒരു താല്പര്യം, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരാധന ദൈവരാജ്യത്തിന്റെ അനുഭവമായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരനുഭവമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ സഹായിക്കുവാനാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതിയിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലേക്കുമെല്ലാം സർവശക്തിയുള്ള പിതാവായ ആകാശത്തെ ഉപേക്ഷിച്ചതായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവിടെ ബുദ്ധനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് കയറി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെയും മരിച്ചവരെയും കണ്ടുവരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളട്ടെ. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. രോഗികളായിരിക്കുന്നവർ, വേർപാട് ദുഃഖത്തിരിക്കുന്നവരുണ്ട്, പലവിധമായ ആവശ്യങ്ങളിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ആദ്യം പിറന്നാൾ ആഘോഷിച്ചവരെയും വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ നാളുകളോട് നാളുകൾ പെരുകുന്നത് അർത്ഥം കൊണ്ടെന്ന് മാത്രം മനസ്സിലാക്കി അങ്ങേക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വായിച്ചു നൽകുന്ന അവസരങ്ങൾക്കായി അങ്ങയോട് സ്തോത്രം. ദൈവീയാഴ്ചയിൽ ജന്മദിനാഘോഷത്തെ എല്ലാവരെയും വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഓരോരുത്തരും അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളുകളോട് നാളുകൾ പെരുകുന്നത് അർത്ഥം കൊണ്ട് മാത്രം മനസ്സിലാക്കി അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിച്ചവരോട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഒരു വർഷക്കാലം അവിടെ നിലനിർത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്നതല്ല എന്ന് കണ്ട് അവർ തക്കതുണെ പ്രദാനം ചെയ്തു. കുടുംബമായി ലോകത്തിൽ ജീവിക്കാനുള്ള പദവിയും അവകാശവും നൽകുമ്പോൾ ദൈവിക കാവലും സംരക്ഷയിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതങ്ങളെ കെട്ടിപ്പണിയുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്ന എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഉണ്ടാവേ. നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ഈ ഒരു വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർത്ത് അവരോരുത്തരെ അവിടെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് മശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങുമ്പോൾ പ്രത്യേക പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ മുൻപാകെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയും കർത്താവേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിൽക്കുന്നതല്ലോ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് മൂന്നാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. ഉയർന്നു ഭൂമിയുള്ള സിംഹാസനത്തിനായിരിക്കുന്ന പരിശുദ്ധനും സർവശക്തനുമായ ദൈവമേ, സത്യാഗ്രഹത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. ജീവിതമോക്ഷയാത്രയെ ഞങ്ങളെ വിശദീകരിക്കുകയും
അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഘോഷത്തിൽ നിന്റെ സാന്നിധ്യത്തിന് നിന്നെ ഉല്ലസിച്ച് ആത്മാവിന്റെ സത്യത്തിൽ എന്നെ ആരാധിക്കുവാൻ നിന്നോട് പരിശുദ്ധാത്മാവിനോട് കൂടെ ദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവായി ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യവുമാകുന്നു. നിന്റെ സംരക്ഷിക്കാൻ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങളെ ആരുടെ ശക്തിയെ പരിപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുതാക്കളൊക്കെ താഴ്ന്നുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ദിവസത്തിന് ആരംഭം വരെ നീ അവരെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസങ്ങളിൽ യാതൊരു വാക്കും വീഴാതെയും യാതൊരു ആപത്തിലാപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായിട്ടും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകലതയിൽ നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി ദൈവം നമ്മെ ഈ ലോകത്ത് ആക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഒരു ആരാധന സമൂഹമായി തീരുന്ന ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ദൈവനാമതികളെ ഇടയാക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കേട്ട വചന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശോധന ചെയ്യാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ആരാധന അഭാവമായി നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ച് അവിടുന്ന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടങ്ങിവരും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സകല അവസ്ഥകളും അറിയുന്ന ദൈവം നമ്മെ എത്രത്തോളം പരിപാലിച്ചു, നമ്മെ വഴി നടത്തുന്നു. ആ ദൈവത്തിന്റെ ധാരാളമായ കുറിച്ചുകൊണ്ട് ആയുസിന്റെ നാളിൽ മുമ്പോട്ട് പോകുവാൻ ദൈവമേ അവിടുത്തെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ദിവസം നിലനിർത്താം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വ്യക്തി ജീവിതങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. രോഗഭീതി നേരിടുന്ന പ്രദേശങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധഭീഷണി നേരിടുന്ന ഈ സാഹചര്യങ്ങളിൽ സമാധാനപരമായ ജീവിതത്തെ നയിപ്പാൻ ദൈവമേ അവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. സമാധാനവും സന്തോഷവും ദൈവം പ്രദാനം ചെയ്ത് നമ്മെ ഓരോരുത്തരെയും ദൈവം നിയന്ത്രിക്കണമേ, പരിപാലിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേശീയ സ്തോത്രം ചെയ്യാം. മറ്റൊരു സമൂഹത്തെ ഓർക്കാം. സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദിവസത്തിൽ സമർപ്പിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സംഘടനാപരമായി നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷയുടെ മക്കളെ ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ട്രാൻസ്ഫർ കാലഘട്ടത്തിൽ വിവിധ സഭകളിലേക്ക് ട്രാൻസ്ഫറായി പോകുന്ന എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.
നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു. നമ്മുടെ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ അവൻ മതിയാകലാണെന്ന നിശ്ചയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളും നോക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിൽ നിന്ന് ലഭിച്ച സകല നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള നന്മയ്ക്കായിട്ടും ആർദ്രതയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനോപരമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയെ പരിപാലിക്കുന്നതിനും ഈ ആയുസ്സല സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും മൂലം ലോകത്തെ വീണ്ടെടുത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായ കൂടാതെ നിന്നെ സേവിക്കുന്നവരെ ഏൽപ്പിച്ചാൽ ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് ഞങ്ങളുടെ കഥകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ അറിവിൽ സ്തുതിയെ പ്രശ്നപ്പെടുത്തേണ്ടതിനും രസനങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾ തരണമെന്ന് ഞങ്ങൾക്കാവായ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടെ നിന്ന് ശുദ്ധാത്മാവിന്റെ സർവ്വമാനവും മഹത്വവും സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് മനസ്സോടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാതിരിക്കുന്നു. നാമത്തിൽ കൊടുക്കുക അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുന്ന വാക്കുകൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അപേക്ഷകൾക്ക് ഉപകാരമാണെന്ന് നിർത്തി വരുത്തി ഇഹലോക സത്യത്തിന്റെ പരിജ്ഞാനം പരലോകത്തിൽ തീവ്രങ്ങൾ തരണമേ. ആമേൻ. ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവരാകട്ടെ. കർത്താവ് നിങ്ങളുടെ വൈദ്യുതി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവ് ദൈവത്തിന് അനുഗ്രഹം നാം എല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ആരാധനയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ടിട്ട് ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് നാം ഭവനങ്ങളിൽ തന്നെ ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് രോഗവ്യാപനം കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിർബന്ധമായി ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ നാം അനുസരിക്കേണ്ടതാണ്. 10 വയസ്സ് താഴെയുള്ളവരും 65 വയസ്സിന് വരെയുള്ളവരും കഴിവതും വെളിയിൽ ഇറങ്ങാതിരിക്കുവാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.